ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പടനായകനല്ലേ. കൊല്ലക്കടക്കിലാണ്. ഞാൻ 5 പ്രാവശ്യം BSNSUT ആശുപത്രിയിൽ കാണാൻ പോയി. ജീവനോടെ കൊണ്ട് കാണാൻ പറഞ്ഞു പോയതാണ്. കാണാൻ പറ്റില്ല. അപ്പോൾ അവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവല്ലേ അതാണ്. ഇന്ന് മരണപ്പെടുകയിലാണ് കണ്ടത്. സഖാവ് നമ്മളെ നയിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ BSനോട് അത്രമാത്രം വലിയ ആഭിമുഖ്യം? അവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പടനായകനല്ലേ. ഇങ്ങനെ ഒരാളിനൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? BSനെ ആദ്യമായിട്ടൊക്കെ എപ്പോഴാണ് കണ്ടത്? ചെറുപ്പത്തിൽ? BSനെ ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പൊതുവേദികളിൽ. ഞാൻ അവരുടെ ജീവനോടെ കാണാൻ പറഞ്ഞ് 5 പ്രാവശ്യം ശ്രമിച്ച് പട്ടായസൂറ്റി പോയി. ഞാൻ പോയി അരുൺകുമാർ സാറിനെ ഞാൻ കാണാൻ പറ്റിയത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ സാറേ ജീവനോടെ. ഇല്ല, കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സന്തോഷം പറഞ്ഞ് ഇറങ്ങി വന്നു. രോഗവിവരം ചോദിച്ചിട്ട് ഇറങ്ങി വന്നു. ഒരു അഴിമതിയിലും കറപ്പുള്ളാത്ത ഒരു നേതാവിനൊക്കെ കിട്ടാൻ ഒരു പ്രയാസം. BS എന്ന് പറയുന്ന ഒരു സഖാവ് സൂര്യൻ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പാർട്ടി പ്രവർത്തനം തുടങ്ങിയെന്ന് പോലെ BS നമ്മുടെ ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ അറിഞ്ഞ ഉടനെ മാവേലിക്ക് കൂടെയൊക്കെ വന്നു. കണ്ണ് നിറയുന്നുണ്ടല്ലോ. അത്രയും പ്രിയപ്പെട്ടവർ, അത്രയും സാധാരണക്കാരോടും കാശുകാരോടും ഒരുപോലെ ചേർത്ത് നിർത്തിയ ഒരു മുൻ മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ എന്ന സഖാവ്. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു അറിഞ്ഞ നിമിഷം മുതൽ എടുത്തൊരവസ്ഥയാണ്. നമ്മുടെ വീട്ടിലെ അങ്ങാണ് എന്ന് ചോദിച്ചാൽ അങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാമാണ്, ഞങ്ങളുടെ എല്ലാമാണ്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് ഇങ്ങനൊരു നേതാവ് വന്ന് ആ നേതാവ് ഈ നിലയിലെത്തിയതിൽ നമുക്ക് അഭിമാനം കൊണ്ട് എന്ത് ഞാൻ അതിൻ്റെ വികാരം ഏത് തരത്തിൽ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാണിക്കാനില്ലല്ലോ. പലപ്പോഴും ഞാൻ സെക്രട്ടേറിയറ്റിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ കാണാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. പലപ്പോഴും അങ്ങനെ മുഖ്യമന്ത്രിയൊക്കെ കാണാൻ വലിയ പാടല്ലേ. അപ്പോൾ എൻ്റെ ആത്മാവിലുള്ള ഒരു നേതാവാണ് BS. കാണാൻ ഒരവസരം കൂടെ കിട്ടൂലല്ലേ. അവസാനമായിട്ട് കാണാൻ വന്നതാണ്.